നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ. എന്ത്? ശരി, ഞാൻ വിളിച്ചോളാം. എന്താ കുഞ്ഞേച്ചി? ഡോക്ടർ പറഞ്ഞത് ശരിയാ. ശ്യാമയുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു വെളിച്ചമുണ്ട്. കണ്ടില്ലേ, അവള് ചിരിച്ചോണ്ടിരിക്കുന്നേ. ഇവൾക്കുള്ള മരുന്നൊക്കെ ഒന്നും തന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞില്ലേ, ജലപാനം ഇല്ലായിരുന്നു. വായിക്കരികിലേക്ക് എന്ത് കൊണ്ടുവന്നാലും കുഞ്ഞച്ചെന്നുള്ള വിളി മാത്രമേ ഉള്ളൂ. മോളെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. രോഹിത്തെ, കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്. ചെറിയ ചൂടുണ്ട്. ഇതിനു മുമ്പ് കൊണ്ടുവന്ന് വെച്ചൊക്കെ അതേപടി തിരിച്ചെടുത്തോണ്ട് പോവായിരുന്നു. നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാം. കുഞ്ഞേച്ചി, ഒരുപാട് നേരമായില്ലേ ഭക്ഷണം കഴിക്കാതായിട്ട്. കഞ്ഞിവെള്ളത്തിൽ നിന്ന് തുടങ്ങാം. കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാം. നമുക്കത് കഴിഞ്ഞ് മരുന്ന് കഴിക്കണം. കഴിക്കും. കുഞ്ഞേച്ചിയല്ലേ തരുന്ന. കുഞ്ഞേച്ചിയല്ലേ മുള്ള തരുന്ന. അയ്യോ ശാലിനി, ശാലിനിയുടെ സാരി ചീത്തയാവും. ഞങ്ങള് 3 കൂടപ്പിറപ്പുകള് ഒരേ ഉടുപ്പ് തന്നെ മാറി മാറിയിട്ടൊരു കാലം ഉണ്ടായിരുന്നു രോഹിത്തെ. 3 ശരീരമാണെങ്കിലും ഞങ്ങളന്ന് ഒരേ മനസ്സായിരുന്നു. സ്നേഹം അതിനെ പുതപ്പിക്കുന്ന വസ്ത്രം. പുഴയിലോ പാലത്തിലോ കുളത്തിലോ ആപത്ത് തോന്നിക്കുന്ന എവിടെ പോയാലും ഞങ്ങള് 3 ആളും ഇങ്ങനെ കൈകോർത്ത് പിടിക്കും. മുങ്ങെന്നെങ്കിൽ ഒരുമിച്ച്, രക്ഷപ്പെട്ടാലും ഒരുമിച്ച്. എന്നിപ്പോ ഇവൾക്കൊരു വീഴ്ച ഉണ്ടായപ്പോ ഇവളോളം വിലപ്പെട്ടതല്ല എനിക്ക് സാരിയോ ആഭരണങ്ങളോ ഈ കളക്ടർ പദവിയോ ഒന്നും. തനിക്കിപ്പോ എന്താ തോന്നേ? എന്ത്? അല്ല, ശാലിനി വന്നതിനെ പറ്റി എനിക്കെന്ത് തോന്നാൻ? തനിക്കെന്തോ ഒരു ഭയം പോലെ. ഒന്നുമില്ല. പൊന്നി, 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 പൊന്നി. പറഞ്ഞതുപോലെ അവളില്ലല്ലോ. പൊന്നി വന്നു സത്യമേ. എന്തെങ്കിലും വേണോ? ഞാൻ എടുത്തോണ്ട് വരാം. എന്താ സത്യമേ?
നീ വന്നോ? കുറച്ച് ചൂടുവെള്ളം എടുക്ക്, തൊണ്ടയ്ക്ക് എന്തോ പോലെ. കണ്ടക്ഷോഭം കുറെ നടത്തിയതല്ലേ, അങ്ങനെ തൊണ്ടമാവായിരിക്കും. രാഘവേട്ട ചുമ്മാതിരിക്കുന്നേ. ഓ എന്തേ? രാഘവ് സാറേ, രാഘവ് സാറേ, സാറേ, എന്തോടോ? ശ്യാമക്കുഞ്ഞ് കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചു. സത്യമാണോ പിള്ളേ? അതെ സാറേ, ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. ശാലിന് കുഞ്ഞിനെ കണ്ടപ്പോ മുതല് മുഖത്തൊരു ശാന്തതയൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞു എന്നാ ശരി. രോഹിതേ, ശ്യാമയ്ക്കുള്ള മരുന്നേ ശാലി തന്നെയാ. മരുന്ന് മാത്രമൊന്നും അല്ല, മറ്റുള്ളവരുടെ മനസ്സ് കാണാനും പഠിക്കണം. സത്യമേ, അല്ല, നിന്റെ കൊച്ചിന്റെ പനി കുറവുണ്ടോ? കുറവുണ്ട് സത്യമേ. ദേഹം മൊത്തം ഒന്ന് വിയർത്ത് പനി വിട്ടതിന് ശേഷമാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓടിപ്പഞ്ഞിങ് പറഞ്ഞൊന്നില്ലായിരുന്നു. ഇവിടെ ആളെണ്ണം കൂടുതല. ഇപ്പോ ശ്യാമയെ നോക്കാൻ ഒരു ഹോം നേഴ്സും കൂടി വന്നിട്ടുണ്ട്. പെണ്ണുങ്ങൾ എത്ര പേരാ വെറുതെ ഇരിക്കുന്നത്? ഓരോരുത്തര് ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറി ഒന്ന് പെരുമാറ്, ഇല്ലെങ്കിൽ മേധസ് മുറ്റും. നീ തന്നെ ഇത് പറയണം ഭാമേ. രാഘവട്ട, വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. അയ്യോ, നീ എഴുതിയ പുറം തന്നെ ഞാൻ ഈ വായിച്ചോണ്ടിരിക്കുന്നതേ. ഓ, ആ ഹലോ, എന്ത്? ആ ശരി, ഞാൻ വിളിച്ചോളാം. എന്താ? പപ്പിമോളെ കാണാനില്ലെന്ന്. അവളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചേ. സ്കൂളിൽ നിന്ന് അവളെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയിന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.